ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈ മുരിങ്ങയിലയും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ മുരിങ്ങയില ഫ്രഷ് നല്ല മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. നല്ല ഇലയാണ്, അധികം കേടൊന്നും ഇല്ലാത്ത നല്ല ഇല. എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് ചില പ്രാണികളൊക്കെ ഉണ്ടാവും, പുഴുക്കളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കി ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കണം. ആ കഴുകിയെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു താമസം. നോക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഫസ്റ്റ് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, 2-3 ചെറിയ ഉള്ളി, വലിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെയും ചേർത്ത് ഇതൊന്ന് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് അരച്ച് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാൻ. ഇനി ഈ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇലയൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടെയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ലൂസാക്കി എടുക്കാം. ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്താൽ ഈ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞ്. ഇനി ഇത് തിളയ്ക്കാനാവുന്ന ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. തിളയ്ക്കാൻ പാടില്ല. അതിന് മുന്നേ ആയിട്ട് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫായി കൊടുത്താൽ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയില വെച്ച് നിങ്ങളും ഇങ്ങനെ തന്നെയാണോ കറി ഉണ്ടാക്കുന്നത്? ഒന്ന് പറയണേ. ഇത് വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ബൈ.